RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നൊരു കിട്ടില്ല മത്സരം നടക്കാൻ പോകുന്നുണ്ട്. ഇന്ന് രാത്രി 1:30 ശരിക്കും പറഞ്ഞാൽ നാളെ പുലർച്ചെ 1:30 UAE സമയം. ഇന്ന് രാത്രി 12 മണിക്കും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 മണിക്കാണ്. അപ്പോൾ കളി കാണാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും. ചെൽസി വേഴ്സസ് ബാഴ്സലോണ മത്സരമാണ്. ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിലേക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. പഴയ കുറെ കണക്കുകൾ ഇവർക്ക് തീർക്കാനുണ്ട്. അങ്ങനെ 2009 2012 അങ്ങനെ കുറെ കണക്കുകൾ ഇവർക്ക് ബാക്കിയുണ്ട്. പണ്ട് ഇനിയസ്റ്റയും അതേപോലെ ടോറസും അടിച്ച ഗോളുകൾ, ഇനിയസ്റ്റ അടിച്ചിട്ടുള്ള ആ ഒരു ഗോളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും മനസ്സിൽ കിടക്കണ ആ ഒരു എവേ ജേഴ്സി യെല്ലോ ജേഴ്സി ഇങ്ങനെ ഊരിയിട്ട് മെസ്സിയുടെ അസിസ്റ്റാന്ന് തോന്നുന്നുണ്ട് ആ ഒരു ഗോൾ അടിക്കുന്നത്. അതേപോലെ ടോറസിന്റെ ആ ഒരു ഗോളും ചെൽസി ഫാനൊന്നും ഒരിക്കലും മറക്കൂല. അങ്ങനെ കുറെ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആ ഒരു സീസണും കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പകരം വീട്ടിലും ഒക്കെയാണ് ഈ ഒരു ചെൽസിയും ബാഴ്സലോണ മത്സരം വരുമ്പോൾ എപ്പോൾ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഓർമ്മ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ രണ്ട് കളിക്കാരും കൂടി ചാമ്പ്യൻസ് ലീഗ് കളിച്ചപ്പോൾ 4-4 4 വിജയം ബാഴ്സലോണയ്ക്കും 4 വിജയം ചെൽസിക്കും 6 സമനിലയും നേടിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ കളി ജയിക്കുന്നവരാണ് ഒരു പിടി മുന്നിലെത്തും. നാളെ സമനിലയാണെങ്കിൽ 7ാമത്തെ സമനിലയാവും. നാളെ വിജയിക്കുകയാണെങ്കിൽ ഒരു ടീം 5 വിജയം കരസ്ഥമാക്കും. അപ്പോൾ ലമീലമാലും നമ്മുടെ ചെൽസിയുടെ എസ്താവോ ഇവർ രണ്ടും തമ്മിലായിരിക്കും നാളെ പോരാട്ടം. നാളെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചെൽസിക്ക് 1-2 പരിക്കുകളുണ്ട്. പക്ഷേ ഇവിടെ പരിക്ക് എന്ന് പറഞ്ഞാൽ പെഡ്രിയാണ് ബാഴ്സലോണയുടെ മെയിൻ ആയിട്ടില്ലാത്തൊരു പ്ലെയർ എന്ന് പറയാം. അത് മെയിൻ തന്നെയാണ്, ഒരു മിസ്സിംഗ് തന്നെയാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു പ്ലെയറുടെ മിസ്സിംഗ് ചാമ്പ്യൻസ് ലീഗ് പോലുള്ള മത്സരത്തിൽ ആൾക്ക്. പിന്നെ ഗാവിയാണ് പരിക്ക്. പിന്നെ പരിക്ക് മാറി റഫീനെ തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ ഗോൾ കീപ്പറായ ജോൺ കാസെ തിരിച്ചു വരുന്നുണ്ട്. അതൊക്കെ വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് നാളത്തെ കളിയിൽ ആര് ജയിക്കും എന്നുള്ള പ്രഡിക്ഷൻ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിപ്പോൾ ഏത് ഫാൻസ് ആയിക്കോട്ടെ, അത് ഫുട്ബോൾ പ്രേമികളായിട്ട് നിങ്ങൾ അത് ആര് ജയിക്കും എന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്ര ഗോൾ എന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അത് മറക്കരുത്. എന്തായാലും നല്ല വീറും വാശിയുള്ളൊരു കളിയായിരിക്കും. ചെൽസിയുടെ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ബാഴ്സയുടെ 3ാമത്തെ കിറ്റ് ഇട്ടിട്ടായിരിക്കും ബാഴ്സ ഒരു പിങ്കും ബ്ലൂവും മിക്സഡ് ആയിട്ടുള്ള ഒരു ജേഴ്സി ഉണ്ട്. അതിലായിരിക്കും നാളത്തെ കളിക്ക് ചെൽസിയെ നേരിടുക. ചെൽസിക്കും ഒരു പിടി യുവതാരങ്ങളെ ചെൽസി മിന്നു ഫോമിലാണ്. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനക്കാരായിട്ടാണ് അവർ നിൽക്കുന്നത്. അവസാനം കളിച്ച ഒരു 5 മത്സരങ്ങളിൽ ഒരു സമനില മാത്രം, ബാക്കി എല്ലാ കളിയും ജയിച്ചിട്ടുണ്ട്. ഒരു 4 കളിയും വിജയിച്ചിട്ടുണ്ട്. ബാഴ്സയാണെങ്കിൽ അവസാനത്തെ 5 മത്സരങ്ങളിൽ ഒന്നിൽ പരാജയപ്പെട്ടു, ഒരു കളി സമനിലയായിട്ടുണ്ട്. ബാക്കി 3 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇവിടെ പാരീസിന്റെ അടുത്താണ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സ അവസാന നിമിഷത്തിൽ ഗോൾ വഴി പരാജയപ്പെട്ടത്. ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 11ഉം 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. രണ്ടും ഒരേ പോയിന്റ് നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ വിജയിച്ച് അവർ 8ാം സ്ഥാനത്തിനുള്ളിലേക്ക് കയറാനുള്ള ആ നേരിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു നേരിട്ട് 8 സ്ഥാനക്കാർക്കാണ് യോഗ്യത കിട്ടുക. അതിനുശേഷം പിന്നെ പ്ലേ ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നേരിട്ട് കയറാൻ തന്നെയായിരിക്കും നാളെ 2 ടീമിന്റെയും നാളെ വിജയത്തിൽ കുറഞ്ഞ 2 ടീം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു തീപ്പാറിയ മത്സരം തന്നെയായിരിക്കും നാളത്തെ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു പ്രൊഡിക്ഷൻ നോക്കിയാലോ, ആരൊക്കെയായിരിക്കും നാളെ ബാഴ്സയുടെയും ചെൽസിയുടെയും സ്റ്റാർട്ടിംഗ് ലെവൽ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഓൾറെഡി സ്കോഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാഴ്സയുടെ ഭാഗത്ത് പെഡ്രി ഉണ്ടാവില്ല എന്നൊരു ന്യൂസ് ഉണ്ട്. ബാക്കി എല്ലാവരും സ്കോഡിലുണ്ട്. അപ്പോൾ നാളത്തെ സ്കോഡ് നമുക്ക് നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാലോ. സ്റ്റാർട്ടിംഗ് ലെവൽ നമുക്ക് ബാഴ്സയുടെ തുടങ്ങാം. ബാഴ്സയുടെ സ്റ്റാർട്ടിംഗിൽ ഗോൾ കീപ്പറായിട്ട് ജോൺ ഗ്രാസിയൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സെന്റർ ബാക്കുകളായിട്ട് കുബാർസിയും അതേപോലെ അറോഹോ ആയിരിക്കും. ചിലപ്പോൾ എറിക് ഗ്രാസിയയ്ക്ക് ചാൻസ് ഉണ്ടാവും. ലെഫ്റ്റും റൈറ്റും വിങ്ങർ ബാക്കുകളായിട്ട് കളിക്കുന്നത് കുണ്ടയും ബാൽഡെ ആയിരിക്കും. മിഡ്ഫീൽഡിൽ ഡിജോണും ഓൾമോയും ഫെർമിൻ ലോപ്പസ് തന്നെ ആയിരിക്കും. ഇവർ 3 പേർക്കാണ് ചാൻസ്. പിന്നെ അറ്റാക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ഉറപ്പില്ല റഫീനയുടെ കാര്യം. അതേപോലെ യമാൽ എന്തായാലും ഈ സൈഡ് ഉണ്ടാവും. നമ്മുടെ സ്ട്രൈക്കറായിട്ട് ഇപ്പോൾ ലെവൻഡോസ്കി മിന്നും ഫോമിലാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തായാലും ലെവൻഡോസ്കി ഉണ്ടാവും. റഫീനയാണോ അതോ റാഷ്ഫോർഡ് ആണോ വിങ്ങിൽ കളിക്കുക എന്നുള്ളത് നാളത്തെ കളി തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഹാഫ് എന്തായാലും റാഷ്ഫോർഡിനെ പരീക്ഷിക്കുകയായിരിക്കും. അതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ച ഒരു പരിചയം, ചെൽസിക്കെതിരെയൊക്കെ കളിച്ച പരിചയം കുറച്ചുകൂടെ ആശാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ചെൽസിയുടെ വരികയാണെങ്കിൽ സാഞ്ചസ് ആണ് ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവുക. ഡിഫൻസിക്ക് നോക്കിക്കഴിഞ്ഞാൽ സെന്റർ ബാക്കുകളായിട്ട് അഡാര ബിയോയും അതേപോലെ ജോഷ ഉണ്ടാവുക. ലെഫ്റ്റും റൈറ്റുകളായിട്ട് കുക്കറലയും അതേപോലെ ജെയിംസും ഉണ്ടാവും. സെൻട്രൽ മിഡ്ഫീൽഡർമാരായിട്ട് എൻസോ ഫെർണാണ്ടസും കസാഡോയും ഉണ്ടാവും. അതേപോലെ നമുക്ക് അറ്റാക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ജോവോ പെഡ്രോ ഉണ്ടാവും. അതേപോലെ തന്നെ പെഡ്രോ നെറ്റോ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഗർനാച്ചോ. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ചിലപ്പോൾ ജോവോ പെഡ്രോ ആയിരിക്കും കളിക്കുക. അതേപോലെ ചിലപ്പോൾ സ്ട്രൈക്കർ റോളിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഗർനാച്ചോയും പെഡ്രോ നെറ്റോയും ലെഫ്റ്റും റൈറ്റും വിങ്ങുകളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവരൊരു 4-1 ഫോർമേഷനിലൊക്കെ ചിലപ്പോൾ മാറി കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എസ്താവോ എവിടെയാണ് കളിക്കുക നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവൽ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ നാളത്തെ ചെൽസിയുമായിട്ടുള്ള മത്സരത്തിൽ ബാഴ്സലോണയുടെയും ചെൽസിയുടെയും
ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനുള്ള സ്റ്റാർട്ടിംഗ് ലെവൽ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേയേഴ്സിനാണ് കളിപ്പിക്കേണ്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളത്തെ കളിയിൽ എന്തായാലും ഹെമാൽ വിസസ് എസ്താവോ അവരുടെ ഒരു പോരാട്ടം തന്നെ എനിക്ക് കാണുമ്പോൾ എന്താ പറയുക, 2 യുവതാരങ്ങളും ഇന്ത്യൻ ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം യമാലിന്റെ ഒരു ഫോമും അതേപോലെ തന്നെ എസ്താവോ ബ്രസീലിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെൽസിക്ക് വേണ്ടിയിട്ട് നല്ല കിട്ടില്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും നാളത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ കുക്കുറലെ ആയിരിക്കും നമ്മുടെ യമാലിന് നാളെ പൂട്ടാനുള്ള ഇതുണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ ബാൾട്ടി ആയിരിക്കും നമ്മുടെ ചെക്കനെ എസ്താവോനെ പൂട്ടാനുള്ള ഇതെടുക്കുക. അപ്പോൾ എന്തായാലും തീപാറിയ ഒരു മത്സരമായിരിക്കും നാളെ. റഫീനയും കൂടി കളിക്കുമ്പോൾ എന്തായാലും ബാഴ്സയ്ക്ക് വീണ്ടും പഴയ കഴിഞ്ഞ സീസണിൽ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തിരിച്ച് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യമുണ്ട്. കോൾ പാർമർ ഇല്ലാതെയാണ് ചെൽസി നാളെ മിക്കവാറും ഇറങ്ങുക. ആൾക്ക് പരിക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുള്ള ന്യൂസാണ് വരുന്നത്. അപ്പോൾ അതായത് പാർമർ ഇല്ലാത്തത് അവർക്ക് ഒരു നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും. ആ ഒരു ഇതിലാണ് ഇപ്പോൾ എസ്താവോ നല്ല മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവരുടെ മിഡ്ഫീൽഡും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഗംഭീര ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അവസാന മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നാളത്തെ മത്സരത്തിൽ കാത്തിരുന്ന് കാണാം ആരാണ് വിജയിക്കാന്ന്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.